അപ്പോൾ ഇതേ നമ്മളിന്നൊരു യാത്ര പോയി കേട്ടോ. എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധരിയും ആയുർവേദിക് ഐ ഹോസ്പിറ്റലിലേക്കാണ് പോയത് കേട്ടോ. വീണ് പോകാനിറങ്ങിയപ്പോൾ ഞാനും പുറകെ ചാടി ഇറങ്ങിയതാ, ഞാനും വരുന്നു എന്നും പറഞ്ഞ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതേ കാണുന്നത് ഒരു അമ്പലമാണ് കേട്ടോ. അമ്പലം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ വലിയൊരു ഹെലിപ്പാഡും സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഒരു നല്ല പച്ചപ്പണിഞ്ഞൊരു പാടമുണ്ടേ. പാർക്കിംഗ് ഏരിയയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഒരു നാലുകെട്ടാണ് കേട്ടോ. പഴയ തറവാടിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന ഒരു നാലുകെട്ട്. അതിൻ്റെ വരാന്തയിൽ ആളുകൾ വർത്താനം പറഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. ചികിത്സയ്ക്കായി എത്തിയവരാണെന്ന് തോന്നുന്നു. സ്വദേശികളും വിദേശികളും അടക്കം അവിടെ ചികിത്സിക്കാൻ എത്താറുണ്ട് കേട്ടോ. എന്തായാലും വളരെ ശാന്തമായിരിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് അവിടെയുള്ളത്. നാലുകെട്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരമ്പലമാണെന്നാണ്. നാലുകെട്ട് മുൻപ് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും അതിനുള്ളിലേക്കൊന്നും കയറാൻ നിന്നില്ല. പഴമയുടെ പ്രൗഢിയെ മാനിച്ചുകൊണ്ട് അതിനൊട്ടും കേടുവരുത്താതെ തന്നെയാണ് കേട്ടോ അതിൻ്റെ പിന്നിൽ ആ ഹോസ്പിറ്റൽ പണിതിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു സ്മൃതി മണ്ഡപവും ഉണ്ട്. ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറി. നേരം പരപരാ വെളുത്തപ്പോൾ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സ്റ്റാഫൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവിടെയും ശാന്തമായിരുന്നു. അതിൻ്റെ ജനൽ ചില്ലകളിലൂടെ താഴേക്ക് നോക്കിയാൽ നല്ല പച്ചപ്പണിഞ്ഞ കോട്ടയാട് കാണാം കേട്ടോ. ഇതൊക്കെയല്ലേ ഒരു രസം. എന്തായാലും വയറ് കാളി തുടങ്ങി. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് കളയാമെന്ന് കരുതി ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് ഇറങ്ങി. വെള്ളയപ്പവും മുട്ടക്കറിയും വേണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നേ ഇറങ്ങിയത്. എന്തായാലും അവിടെ ചെന്നപ്പോൾ മുട്ടക്കറിയില്ല, കടലക്കറിയേ ഉള്ളൂ എന്നും പറഞ്ഞ് വെള്ളയപ്പവും കടലക്കറിയും വാങ്ങിത്തന്നു. വീട്ടിൽ എന്നും പുട്ട് കഴിക്കുന്ന വിനു അവിടെ ചെന്നും വീണ്ടും പുട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ പുട്ടും കടലക്കറിയും കഴിച്ചു. എന്തായാലും പറയാതെ വയ്യ, സൂപ്പർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്യാൻറ്റീനായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സർവീസും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും വീഡിയോസും ഫോട്ടോസും എടുക്കണമെന്നും പറഞ്ഞാണ് കയറി പോയത് തന്നെ. മഷ്റൂമിന്റെ മാതൃകയിൽ ഹട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ ചുവട്ടിൽ മരത്തിന്റെ മാതൃകയിൽ ഇരിപ്പിടങ്ങളും. നടന്നു കാണാനാണെങ്കിൽ കാഴ്ചകൾ ഇനിയും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് അതിനൊന്നും നിന്നില്ല. എന്തായാലും കിട്ടിയ സമയം മുതലാക്കി കളയാമെന്ന് വിചാരിച്ച് അതിൽ ഓടി നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നിറയ്ക്കണ്ടേ. വിനുവിനെ ചാക്കിട്ട് പിടിച്ച് ഇനി എവിടേക്കെങ്കിലും തുള്ളാൻ ഇറങ്ങണം. എന്നാലല്ലേ കുറച്ച് വീഡിയോസും ഫോട്ടോസും കൂടി എടുക്കാൻ പറ്റൂ. അതുവരെ നിങ്ങൾ എൻ്റെ കുക്കറി ഷോ സഹിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ.